സ്നേഹം പഠിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും സ്നേഹം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഞങ്ങളാണ് നിന്നെ നോക്കി വളർത്തിയത്, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, ഞങ്ങൾക്ക് സമ്പാദിച്ചു തരാം, ഞങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നേ. നമ്മുടെ യോഗ്യത എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും ഈ കുഞ്ഞ് വളർന്ന് ഒരു 10-17 വയസ്സ് കഴിഞ്ഞ് സമൂഹത്തിലിട്ട് ഇറങ്ങുമ്പോൾ പെരുമാറുന്ന എല്ലാ കാര്യങ്ങളും. നമ്മൾ എടുക്കുന്നത് ശരിയാണെന്ന് നമുക്ക് എപ്പോഴും തിരിച്ചറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു 60-70% പാരന്റിങ് എന്ന് പറയുന്നത് അടിമകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓരോ വീടുകളിലും. ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു അടിമകളെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അനുസരിപ്പിക്കുന്ന ലെവലിലേക്കുള്ള പേരന്റിങ് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം എന്തൊക്കെയായിരിക്കും? അതിൽ ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ല. ഇനി കല്യാണം കഴിച്ചാൽ അച്ഛനും അമ്മയും ആവാനുള്ള യോഗ്യതയും എല്ലാവർക്കും ഇല്ല. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല കാമുകനാവാനുള്ള യോഗ്യതയില്ല, കാമുകിയാവാനുള്ള യോഗ്യതയില്ല. നമ്മുടെ യോഗ്യത എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയും ആഗ്രഹമൊക്കെ തോന്നും. നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അത് മറ്റുള്ളവരുടെ കുറ്റമാണെന്ന് പറഞ്ഞു പോകുന്ന പരിപാടിയാണ് ഇവിടെ മൊത്തത്തിൽ നടക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു പക്ഷേ ഞാൻ ഓക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അച്ഛനാവാനുള്ള ഒരു കഴിവ് ചിലപ്പോൾ എനിക്ക് ഉണ്ടാവണമെന്നില്ല. ഞാൻ എവിടെ നിന്ന് അത് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പാരൻറ്റിങ് എവിടെ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു പക്ഷേ എൻ്റെ സാഡിസ്റ്റായ ക്യാരക്ടറിൽ നിന്നായിരിക്കും ഞാൻ പാരൻറ്റിങ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈഗോയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു പാരൻ്റ് ആയിരുന്നു അവരുടെ കുറവുകൾ നികത്തിയിട്ടായിരിക്കും ഞാൻ എൻ്റെ പാരൻറ്റിങ് എടുക്കുന്നത്. ഇത് ഏത് വഴി വേണമെങ്കിലാവാം പാരൻറ്റിങ് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ശരിയാണെന്ന് നമുക്ക് എപ്പോഴും തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞുങ്ങൾ വലുതായി അവിടെ ക്യാരക്ടർ ഫോം ആയി കഴിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ പാരൻറ്റിങ് കറക്റ്റായിരുന്നോ അല്ലയോ എന്ന്. കുറച്ച് നാളെ ഞാൻ മക്കൾ നമ്മുടെ അടുത്ത് തിരിച്ച് പറയും, അല്ലെങ്കിൽ തിരിച്ച് പെരുമാറും, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മറ്റുള്ള ആളുകൾ പറയും, ദേ ഇന്ന പയ്യന് അല്ലെങ്കിൽ ഇന്ന പെൺകുട്ടി വഴി തെറ്റിപ്പോയി, ആ പാരൻറ്റിങ്ങിന് പ്രശ്നം. അല്ല, പക്ഷേ പലപ്പോഴും പറയുന്നത് ഈ പേരൻസിന് തിരിച്ചറിയുന്നില്ല എന്നല്ല പറയുന്നത്. അവരവരുടേതായിട്ടുള്ള ഇപ്പോൾ ഒരു പേരൻറ്റിങ്ങിനകത്തിൽ കുറേ അധികം സാക്രിഫൈസസ് ഉണ്ടാവാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവർ കൂടുതലായിട്ട് പറയുന്നതാണ് കുറേ സ്ലീപ്ലെസ് ആയിട്ടുള്ള നൈറ്റുകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത്രയും ഉറക്കം മുളച്ച് എൻ്റെ ഈ ഇപ്പോൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കരിയറിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞ് ഒരു 6 മാസം 1 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്ന് വെച്ചാൽ അവരവരുടെ കരിയറിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു രീതിയിൽ വർക്കിന് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് അല്ലാണ്ട് എന്ന് വെച്ചാൽ കരിയർ വേണ്ട, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നു, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ കുട്ടി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും പറയുന്നത് ഞാൻ ഇത്രയും കഷ്ടത സഹിച്ചിട്ടാണ് നിന്നെ വളർത്തിയിട്ടുള്ളത്. പക്ഷെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല അവരുടെ ആ ഒരു കഷ്ടതകളുടെ ഇടയിലും ആ ഒരു പേരന്റിങ്ങിൽ എന്തൊക്കെയോ ഒരു അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. നിങ്ങൾ കഷ്ടപ്പെടണ്ടേ? എന്തിനാ കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്? സമൂഹത്തിന് വേണ്ടിയിട്ടോ? അല്ലല്ലോ. നിങ്ങൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നേ. എനിക്ക് ഇതിന് പറ്റാത്ത പണിക്ക് പോകണ്ടെന്നേ. ചിലപ്പോൾ രാത്രി ഉറക്കൊളിക്കേണ്ടി വരും, ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അതാണ് പ്രധാന കാര്യം. നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ അപ്പുറത്തേക്കും ഞാൻ എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് നിനക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനത് സാക്രിഫൈസ് ചെയ്തിട്ടാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, അതിന്റെ വളർച്ചയുടെ സ്റ്റേജുകളെല്ലാം കഷ്ടപ്പാട് തന്നെയാണ്. മനസ്സിലായോ? എത്രയോ കുടുംബങ്ങളിൽ ഈ പറയുന്ന കുട്ടികളുടെ, ഞാൻ പറയട്ടെ, ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ചെയ്യുന്നതിൽ പാരൻസിൻ്റെ യാതൊരു ബന്ധമില്ല. പക്ഷെ അതിന് മുന്ന്, അതായത് ഒരു കാര്യത്തിന് ഫോർമേഷൻ, അതായത് കുഞ്ഞുങ്ങളുടെ വാശി അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഇമോഷൻ, ഈ ഇമോഷനിൽ നിന്നാണ് പിന്നീട് ഇങ്ങോട്ട് ഇവരുടെ ക്യാരക്ടറിലോട്ട് ഓരോന്ന് ആഡ് ഓൺ ആവുന്നത്. അതായത് ഒരു വീടിൻ്റെ അകത്ത് ഒരു കുഞ്ഞിനെ ആ അച്ഛനും അമ്മയും എങ്ങനെ ട്രീറ്റ് ചെയ്തു, എങ്ങനെ വളർത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെ ടോക്സിക് ആയിട്ടാണ് വളർത്തുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും ഈ കുഞ്ഞ് വളർന്ന് ഒരു 10-17 വയസ്സ് കഴിഞ്ഞ് സമൂഹത്തിലിട്ട് ഇറങ്ങുമ്പോൾ പെരുമാറുന്ന എല്ലാ കാര്യങ്ങളും. പലപ്പോഴും കണ്ടിട്ടില്ലേ, ഒരു കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനോടോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയുടെ പാർട്ണറോടോ യാതൊരു രീതിയിലുള്ള റെസ്പെക്റ്റോ ബഹുമാനോ അറ്റാച്ച്മെൻറ്റോ ഒന്നും ഇല്ലെങ്കിൽ ആ കുഞ്ഞ് കുടുംബത്തിൽ അപ്പോൾ എങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്? ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് കുടുംബത്തിലല്ലേ. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ വളരെ ബ്ലാങ്ക് ആയിട്ട് ജനിച്ച് വീഴുന്നത്. ആ കുഞ്ഞിലോട്ട് എന്ത് ആഡ് ഓൺ ചെയ്യുന്നുള്ളത് ആ ഫാമിലിനെ ബന്ധിപ്പിച്ചിരിക്കും. പല പാരൻറ്റിങ്ങും, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു 60-70% പാരൻറ്റിങ് എന്ന് പറയുന്നത് അടിമകളെ
ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓരോ വീടുകളിലും. അടിമകൾ എങ്ങനത്തെ അടിമകളാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക, ഞങ്ങളാണ് നിന്നെ നോക്കി വളർത്തിയത്, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, ഞങ്ങൾക്ക് സമ്പാദിച്ചു തരാം, ഞങ്ങളുടെ കാര്യം നോക്കുക. വന്നു കയറുന്ന ഒരു പെൺകുട്ടി, ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ, ഇത് ആൺകുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വന്നു കയറുന്ന ഒരു പെൺകുട്ടീനെ, നിന്നെ ആ പെൺകുട്ടീനെ എങ്ങനെ നിർത്തണം, എവിടെ നിർത്തണം? കാരണം ഒരു പെണ്ണ് വന്ന് കയറി കഴിഞ്ഞാൽ കുടുംബം മൊത്തം പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ചെറുക്കനെ മാറ്റി കൊണ്ടുപോകും. അപ്പോൾ പ്രായമായി കഴിഞ്ഞ് ഞങ്ങളെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഇവരെ കൃത്യമായി പൊളിറ്റിക്സ് കളിച്ച് ഇവരെ രണ്ടുപേരും തമ്മിൽ തല്ലിച്ച് മാറ്റുകയോ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതെല്ലാം ഈ പാരൻസിൻ്റെ ക്രൂക്കഡ് ബുദ്ധിയാണ്. ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള സ്നേഹം പഠിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും സ്നേഹം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പല പാരൻറ്റിങ്ങും ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടറുകൾ വെച്ച് ആ കുഞ്ഞിന് പറയുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവൻ്റെതായ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ ഭാഷകൾക്കൊക്കെ കൂട്ടു നിൽക്കുന്ന എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇതേപോലെ. നമ്മൾ ഈ ലോങ് ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ജനറൽ കോച്ചിനെക്കാട്ടിലും ഈ ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ സ്ത്രീകൾ കുട്ടികളായിട്ട് കയറും. അപ്പോൾ അങ്ങനെ കണ്ണൂരിൽ നിന്ന് കയറിയതാണ്, തിരിച്ച് ആലപ്പുഴ വരെ പോകണം. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഭയങ്കര ചൂടാണ്. ആ ഒരു ചൂടത്ത് നമുക്കറിയാം എന്താ, ആ ഒരു ഫാൻ ഉണ്ടെങ്കിൽ പോലും 2 ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ ഈ അമ്മമാർ അവിടെ ഇരുന്നിട്ട് ഇവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവർ എന്തൊക്കെയോ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ കുട്ടികൾ അവിടെ നിന്നിട്ട് നല്ല രീതിയിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഇത്രയും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായാലും അവിടെ നിന്ന് ഉറങ്ങുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഫാൻ ഓഫ് ചെയ്യുന്നത്. ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു. ചെറിയ കുട്ടികളാണ്, നമുക്ക് അവരെ കയറിയിട്ടൊന്നും പറയാൻ പറ്റും. നോക്കുമ്പോൾ ഇവരിത് കണ്ടിട്ട് ഇവരതിനെ ബോധേടേ അല്ല. ഇവർ ചിലപ്പോൾ ഇവരുടെ വീട്ടിലിരിക്കുന്ന ഒരു ഫീൽ അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. ഈ കുട്ടികൾ എന്നിട്ട് ഈ ട്രെയിനിലൂടെ കമ്പാർട്ട്മെൻറ്റിൽ ഓടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം ഡോറ് തുറന്നു നടക്കുകയാണ്. ഇവരിതിലൊന്നും ബോധേടേ അല്ല. ഈ കുട്ടികൾ ഭയങ്കര അഗ്രസീവ് ആവുന്നു. ഇതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള യാത്രയിൽ എൻ്റെ പുറകിൽ ഞാൻ സീറ്റിലേക്ക് എൻ്റെ പുറകിൽ ഒരു കുഞ്ഞിരിക്കുന്നുണ്ട്. ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കുഞ്ഞിനൊരു ഏജുണ്ട്, ഒരു 8-9-10 വയസ്സൊന്നും പ്രായമുണ്ടെന്ന് തോന്നുന്നു കൊച്ചിന്. ഈ കുഞ്ഞ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച സാധനങ്ങൾ എടുത്ത് മുന്നിലോട്ട് എറിയുന്നു, സീറ്റമ്മ കയറി ചവിട്ടി പിടിക്കുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയോ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല. അപ്പം 2-3 വട്ടം നമ്മൾ നോക്കും, ഇല്ല ഇവർ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ്, അങ്ങനെ ചെയ്യും, തെറ്റൊന്നുമില്ല. നമുക്ക് അവർ പറഞ്ഞ് അത് നിങ്ങൾ കളിക്കുന്ന പ്രായമാണ്. കൂടിയിരിക്കുന്ന പാരൻസ് കയ്യടി കൊടുക്കുന്നത് ശരിയല്ല, മനസ്സിലായോ? അതായത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തൻ്റെ കുഞ്ഞ് പെരുമാറുന്നുണ്ടെന്ന് കാണുമ്പോൾ ആ കുഞ്ഞിനെ അടക്കി നിർത്താനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി വിടാനോ ശ്രമിക്കേണ്ടത് ഈ പറയുന്ന ആൾക്കാരാണ്. അതല്ലാതെ കുഞ്ഞ് എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ, മറ്റുള്ളവർ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അവരുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്വമാണ്, മറ്റുള്ളവർ അതിനകത്ത് സഹിക്കേണ്ട ആവശ്യമില്ല. ഈ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ ഇതേ ബുദ്ധിമുട്ടായിരിക്കും നാട്ടുകാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് പാരൻസിൻ്റെ അറ്റൻഷൻ വേണം. ഇല്ലാത്ത ആളുകൾ ഇതിനൊന്നും കുഞ്ഞിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും ആ കുഞ്ഞിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും ആ കുഞ്ഞിൻ്റെ ഇമോഷൻ ബാലൻസ് ചെയ്യാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ട ബേസിക് കാര്യം.